ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. ദൌത്യം വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് വ്യവസായ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തും. കൊച്ചിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ. സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. തീർത്ഥാടകർക്കായി ഇത്തവണ എറണാകുളത്ത് നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മണിപ്പൂരിനെ വീഴ്ത്തി കേരളം ഫൈനലിൽ. കിങ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് വെങ്കലം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഖത്തറിലെത്തും. സന്ദർശനവേളയിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങൾ സന്ദർശനവേളയിൽ ചർച്ചയാകും. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് ഇന്ന് വിക്ഷേപിക്കും. ഇതോടെ ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. ഇന്ന് രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. ബഹിരാകാശ പര്യവേഷണത്തിലെ ഇന്ത്യയുടെ ഭാവി ശ്രമങ്ങളിലേക്കുള്ള ചവിട്ടുപടിയായാണ് സ്പേഡെക്സ് ദൌത്യത്തെ വിലയിരുത്തുന്നത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് വാണിജ്യ വ്യവസായ രംഗത്തെ പ്രമുഖരുമായി ചർച്ച നടത്തും. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഏറ്റവും വലിയ ഘടകമായ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2047ഓടെ ഇന്ത്യയെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സൈന്യത്തിന് നിർണായക പങ്കാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈനിക തന്ത്രങ്ങളിലും യുദ്ധ നൈപുണ്യത്തിലും സൈനികരെ പ്രാപ്തരാക്കുന്നതിൽ ഇന്ത്യൻ കരസേനയ്ക്ക് കീഴിലെ പരിശീലന സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ മോവിലുള്ള കരസേനയുടെ 3 പരിശീലന സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. मित्रों, आप केवल सीमाओं के रक्षक ही नहीं हैं, बल्कि आप राष्ट्र के निर्माण के अग्रदूत भी हैं. आपके नेतृत्व और बलिदान का प्रभाव न केवल सुरक्षा के क्षेत्र में, बल्कि राष्ट्र निर्माण के हर पहलू में देखा जाता है. आपको एक तरफ तो हमारी सीमाओं का भार संभालना है और वहीं दूसरी तरफ विकसित भारत के निर्माण की नींव भी रखनी है. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിലെത്തും. ഗുജറാത്തിലെ ശ്രീധരംപൂർ തീർത്ഥിലുള്ള ശ്രീമദ് രാജ്ചന്ദ്ര ആശ്രമത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മഹാമസ്തിഷ്കാഭിഷേക ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ആരോഗ്യവകുപ്പിലെ വിദഗ്ധ മെഡിക്കൽ സംഘം ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. മന്ത്രി P. രാജീവുമായും ഡോക്ടർമാരുമായും മന്ത്രി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. 12,000 ഭരതനാട്യ നർത്തകരെ പങ്കെടുപ്പിച്ചുള്ള നൃത്ത പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കാനെത്തിയതായിരുന്നു ഉമാ തോമസ് MLA. സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. മന്ത്രി MB രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയും ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി KN ബാലഗോപാലും ഉദ്ഘാടനം ചെയ്യും. അതിനിടെ ശിവഗിരി തീർത്ഥാടനത്തിന് ഇത്തവണ റെയിൽവേ പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. ഇന്നു മുതൽ ജനുവരി 1 വരെ എറണാകുളത്ത് നിന്നും 12 ജനറൽ കോച്ചുകളുള്ള സ്പെഷ്യൽ മെമു ട്രെയിനാണ് അനുവദിച്ചത്. രാവിലെ 9:10-ന് എറണാകുളം സൌത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. ജനുവരി 11-നാണ് എരുമേലി പേട്ടതുള്ളൽ. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. ജനുവരി 14-നാണ് മകരവിളക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2025 വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഇന്ത്യയുടെ സർഗ്ഗാത്മകത പ്രദർശിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ഇതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പരിപാടിയിൽ പറഞ്ഞു. ഇന്ത്യയെ കണ്ടന്റ് ക്രിയേഷന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഉച്ചകോടി. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായി ചരിത്രം കുറിച്ച് മുംബൈയിലെ നേവി ചിൽഡ്രൻസ് സ്കൂൾ വിദ്യാർത്ഥി കാമ്യ കാർത്തികേയൻ. ഏറ്റവും ഒടുവിൽ പിതാവ് കമാൻഡർ എസ് കാർത്തികേയനൊപ്പം അന്റാർട്ടിക്കയിലെ വിൻസെന്റ് കൊടുമുടി കീഴടക്കിയാണ് 17കാരിയായ കാമ്യ തന്റെ ദൌത്യം പൂർത്തിയാക്കിയത്. 16 വയസ്സുള്ളപ്പോഴാണ് കാമ്യ എവറസ്റ്റ് കീഴടക്കിയത്. ഈ സുപ്രധാന നേട്ടത്തിൽ കാമ്യ കാർത്തികേയനെ ഇന്ത്യൻ നാവികസേന അഭിനന്ദിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഇന്ത്യൻ മൂലധന വിപണികളിലേക്ക് എത്തിയത് 1 ലക്ഷം കോടിയിലേറെ രൂപയുടെ വിദേശ നിക്ഷേപം. ഡിസംബറിൽ ഇതുവരെ 22,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഇന്ത്യൻ മൂലധന വിപണികളിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങളിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ഇന്ത്യ സന്ദർശിച്ച 3ാമത്തെ യുഎസ് പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. ഡെമോക്രാറ്റുകാരനായിരുന്ന ജിമ്മി കാർട്ടർ 1977 മുതൽ 1981 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവി വഹിച്ചു. 2002 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 340 റൺസ് വിജയലക്ഷ്യം. 5ാം ദിവസം മത്സരം പുനരാരംഭിക്കവെ ശേഷിച്ച 1 വിക്കറ്റ് കൂടി നഷ്ടമായതോടെ ഓസീസിന്റെ 2ാം ഇന്നിംഗ്സ് 234 അവസാനിച്ചു. ചൈനയിൽ നടന്ന കിങ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് വെങ്കലം. ഫ്രഞ്ച് താരം അലക്സ് ലാനിയറെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ 3ാം സ്ഥാനം ഉറപ്പിച്ചത്. ഫിഡെ വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പും വനിതാ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പും ഇന്ന് രാത്രി ന്യൂയോർക്കിൽ ആരംഭിക്കും. ഇന്ത്യയ്ക്കായി ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എറിഗൈസിയും ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയും ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിൽ കൊനേരു ഹംപിയും മത്സരിക്കും. അതിനിടെ ടൂർണമെന്റിന്റെ ഡ്രസ് കോഡ് ലംഘിച്ചതിന്റെ പേരിൽ ഫിഡെ വിലക്കിയ ഗ്രാൻഡ് മാസ്റ്റർ മാഗ്നസ് കാൾസൺ ചാമ്പ്യൻഷിപ്പിൽ മടങ്ങിയെത്തും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിയിൽ മണിപ്പൂരിനെ വീഴ്ത്തി കേരളം ഫൈനലിൽ കടന്നു. 1-നെതിരെ 5 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. നാളെ രാത്രി 7:30 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ കേരളം ബംഗാളിനെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. നിജോ ഗിൽബർട്ടിന് പകരമായി 2ാം പകുതിയിൽ കളത്തിലെത്തിയ മുഹമ്മദ് റോഷലിന്റെ തകർപ്പൻ ഹാട്രിക്കിന്റെ മികവിലായിരുന്നു കേരളത്തിന്റെ മിന്നും ജയം. കളിയുടെ 22ാം മിനിറ്റിൽ നസീബ് റഹ്മാനിലൂടെ കേരളം മുന്നിലെത്തിയെങ്കിലും അധികം വൈകാതെ മണിപ്പൂരിന്റെ സമനില വന്നു. 1ാം പകുതിയുടെ 46ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ കേരളത്തെ വീണ്ടും മുന്നിലെത്തിച്ചു. 73-88. പിന്നെ മത്സരത്തിന്റെ അവസാന നിമിഷത്തിലെ പെനാൽറ്റി ഗോൾ മുഹമ്മദ് റഷാൽ മണിപ്പൂരിന്റെ കഥ കഴിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ വീഴ്ത്തിയ പശ്ചിമ ബംഗാളാണ് കേരളത്തിന്റെ എതിരാളികൾ. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് എൽഡിഎഫ്, യുഡിഎഫ്, എൻഡിഎ മുന്നണികൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. മരണത്തെ തുടർന്ന് ഇന്നലെ രാത്രി വൈകിയും പ്രതിഷേധം ശക്തമായിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ ഡൽഹി ഉൾപ്പെടെ നിരവധി വടക്കൻ സംസ്ഥാനങ്ങളിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദക്ഷിണ കൊറിയയിൽ ഇന്നലെ ഉണ്ടായ വിമാനാപകടത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ ബോയിംഗ് വിമാനം സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 179 പേരാണ് മരിച്ചത്. 6 ജീവനക്കാർ ഉൾപ്പെടെ 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജോർജിയയുടെ പ്രസിഡന്റായി മുൻ ഫുട്ബോൾ താരം മിഖായേൽ കവലാഷ്വിലി സ്ഥാനമേറ്റു. ആഴ്ചകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് അദ്ദേഹം ജോർജിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റത്. നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് മിഖായേൽ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. പ്രധാന വാർത്തകൾ വീണ്ടും. ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. ദൌത്യം വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ.
കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് വ്യവസായ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച നടത്തും. കൊച്ചിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ. സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. തീർത്ഥാടകർക്കായി ഇത്തവണ എറണാകുളത്ത് നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മണിപ്പൂരിനെ വീഴ്ത്തി കേരളം ഫൈനലിൽ. കിങ് കംപ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.